എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപയർ മുളപ്പിച്ചത് കൊണ്ടുള്ള ഒരു തോരനാണ് കാണിക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും ചെറുപയർ മുളപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റീൽ പ്ലേറ്റിലാണ് ഇത് വളർത്തിയെടുത്തത്. ഇതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ ചെറുപയർ കുതിർത്തി മുള വന്നതിന് ശേഷം സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ ടിഷ്യൂ വെച്ച് കൊടുക്കണം. ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ വെള്ളം തളിച്ച് കൊടുക്കണം. ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യാനേ പാടുള്ളൂ, വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഡയറക്റ്റായിട്ട്. പിന്നെ നമ്മളത് നല്ല സൺലൈറ്റ് കിട്ടുന്ന അവിടത്തേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള ഇതാണ് മൈക്രോഗ്രീൻസ് ആണ് ഇത് പിന്നെ ഞാൻ അതിന് ശേഷം കട്ട് ചെയ്തെടുത്തു 1 വീക്കിന് ശേഷം. ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 2-4 ചെറിയ ഉള്ളി, പിന്നെ 2 ചെറിയ പച്ചമുളക്, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ മിക്സിയിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ ചെറുത്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവർ കൂടി നിൽക്കാൻ പാടില്ല. മുട്ട ചേർക്കുന്നതുകൊണ്ടാണ് അതൊക്കെ ചേർത്തത്. അപ്പോൾ ഇത്രയും തന്നെ ചേർത്താൽ മതിയാവും. പാൻ ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർക്കും, സാധാരണ നമ്മൾ തോരനൊക്കെ ആക്കുന്ന പോലെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒന്ന് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ തീരെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, ആവിയിൽ തന്നെ വെന്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ, മിക്സിയിൽ അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. ആ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. ഇപ്പോൾ നമ്മൾ തീ മീഡിയത്തിൽ വെക്കണം, ഫ്ലെയിം കൂട്ടി വെക്കരുത്. മീഡിയത്തിൽ തന്നെ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നല്ലപോലെ മിക്സായി അതിൻ്റെ തേങ്ങയൊക്കെ ആയിട്ട് ചേർന്നതിന് ശേഷം നമ്മളൊന്ന് ഒരു 2-3 മിനിറ്റ്സ് അടച്ച് വയ്ക്കുക. അത്രയും മതിയാവും. അപ്പോഴത്തേക്കും അത് നല്ലോണം തേങ്ങയൊക്കെ ആയിട്ട് നല്ലോണം ചേർന്നിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോഴിമുട്ട കഴിക്കാത്തവർ ഈ സ്റ്റേജ് വെച്ചിട്ട് നിർത്താം. തേങ്ങ ചിരകിയത് ചേർത്ത് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് പരിപ്പ് ഇട്ടിട്ട് ഡ്രൈ ആക്കി ഉണ്ടാക്കാം, അല്ലെങ്കിൽ പരിപ്പ് ചേർത്ത് ഗ്രേവി ആക്കി ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു കോഴിമുട്ടയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം മുട്ടയൊക്കെ നല്ലോണം യോജിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ കൂട്ടി വെക്കണം. തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള മൈക്രോഗ്രീൻസിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.